സമ്മേളനത്തിന്റെ മുദ്രാവാക്യം ജസ്റ്റിസ് ആൻഡ് സോളിഡാരിറ്റി എന്നുള്ളതാണ്. ജസ്റ്റിസ് ആൻഡ് സോളിഡാരിറ്റി എന്നുള്ളതാണ്. കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാ ലില്ലാ. ഒരു ആദർശ പദത്തിൽ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ, ഈ മനുഷ്യരെ നീതിക്ക് വേണ്ടിയിട്ട് സാക്ഷികളാകുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കൂ എന്ന് പറയുന്ന ഉജ്ജ്വലമായ ഒരു ആദർശ പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ കേസിന് എന്തെങ്കിലും ഒന്ന് ആവണമെന്ന് അത് കണ്ടിട്ട് അതിൻ്റെ ശിക്ഷാവിധി കണ്ടതിന് ശേഷം എൻ്റെ ജീവൻ എടുത്താൽ മതി. അത് മാത്രമേ ഒരു ആശയമുള്ളൂ. വേറെ ഏതെങ്കിലും സംഘടന അഷ്റഫിനെ കുറിച്ച് പറയുന്നുണ്ടോ? രാംനാരായണനെ കുറിച്ച് പറയുന്നുണ്ടോ? ജുനൈദിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഞാൻ കേരളത്തിൽ കേട്ടിട്ടില്ല. വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അഷ്റഫ് മരണപ്പെട്ട 1 വർഷമായി. ആകെ സോളിഡാരിറ്റി മാത്രമാണ് ഇതിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് പ്രവർത്തിക്കുന്ന കേരളം ഈ വിഷയങ്ങളിലൊക്കെ ജാഗ്രതയുള്ള ഒരു കേരളമാണ്, ഉണർന്നിരിക്കുന്ന ഒരു കേരളമാണ്. 37 വയസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വിഷുവിന് പോലും പടക്കം പൊട്ടിച്ച് ശീലമില്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ ഇതിലുള്ളത് അറസ്റ്റിലായവർ വൻ സ്ഫോടക ശേഖരത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയതായി സൂചന. പുതിയ വിദ്യാഭ്യാസം നൽകുന്നതാണ്. അത് മർദ്ദിതരുടെ കൂടി, അടിച്ചമർത്തപ്പെട്ടവരുടേത് കൂടി, നീതി നിഷേധിക്കപ്പെട്ടവരുടെ കൂടി ഒരു സുപ്രഭാതം, അവർക്ക് നീതി പുലരുന്ന, അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു പ്രഭാതം ഇവിടെ വിടരും. അതിന് സാക്ഷികളാകാൻ നമുക്ക് കഴിയും എന്ന് കാലം നമ്മോട്, കാലത്തിന്റെ ചുവരെഴുത്തുകൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സോളിഡാരിറ്റി ചെയ്ത് നമുക്ക് വളരെ ഏറ്റവും ഒരു ഇതായി നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരു ഇതിൻ്റെ അപ്പുറം ഉള്ള ഒരു ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഇതിനും അടച്ചവനോട് അതിനും നമ്മൾ ചെയ്യുന്നു. ഒരിക്കൽ പോലും അതിനോടൊന്നും പ്പെട്ടിട്ടുള്ള ഒരു നീക്കം എന്ന് പറയുന്നത് തരത്തിലുള്ള അറബ് വസന്തത്തിൽ അത് കാണാൻ കഴിയും. അത് ഇവിടുത്തെ പൊതുവ്യവഹാരത്തിനകത്ത് അന്വേഷണങ്ങളാണ് മുസ്ലിം സമൂഹത്തിന്റെ ആ ഒരു രംഗത്ത് നമ്മൾ ഭയങ്കര ഡെലിക്കേറ്റ് ആവും. ഇപ്പോൾ വാർ ഓൺ ടെറർ എന്ന വേട്ടയാടുകളെ ഒരു തരത്തിലും വകവെക്കാതെ കിടന്ന കിടപ്പിൽ ശരീരം തളർന്ന് സ്ട്രോക്ക് വന്ന് സംസാരിക്കാൻ കഴിയാത്ത, ശാരീരികമായ അസ്വസ്ഥതകൾ പേറുന്ന ബിയ്യുമ്മ കണ്ട നിൽപ്പിൽ തന്നെ ഒരൊറ്റ ചോദ്യം: എന്റെ മകനെ നിങ്ങൾ എന്നാ കൊണ്ടുവരിക? എന്റെ മകനെ നിങ്ങൾ എന്നാ കൊണ്ടുവരിക? ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥരായവരാണ് നമ്മൾ എന്ന തിരിച്ചറിവ് ഈ കോൺഫറൻസ് നമുക്ക് സമ്മാനിക്കുന്നുണ്ട്.